ബിസ്മില്ലാ. നമ്മൾ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യത്തോടെ നിലനിൽക്കാൻ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്നതിനെക്കുറിച്ച് ഉള്ളൊരു ചർച്ചയിലുള്ള. അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയ സമയത്ത് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ കുറച്ചു നേരം കഴിക്കാതിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് വിഷമായി, എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്താണ് ഞാൻ തന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് ചൂട് കൂടുതലായിട്ട് ആവി പറക്കുകയാണ്, ചൂടുള്ള ഭക്ഷണം ശരീരത്തിന് പറ്റൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശ്രദ്ധ വളരെ പ്രധാനമാണല്ലോ. കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതാക്കുന്നതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അതിൻ്റെ കർമ്മശാസ്ത്രമാണ്. ഫിഖിഹിൽ ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ എന്നത് ശ്രദ്ധിച്ചിരുന്നു. മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസാണ്. ഇത് ആരോഗ്യം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും. ഇതിനൊരു ഉദാഹരണമാണ് ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ പതുക്കെ അതൊന്ന് ഒഴിവാക്കി വരണം. കാരണം പെട്ടെന്ന് ഇപ്പം നാളെ തണിഞ്ഞ ചായ കുടിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം നമുക്ക് എതിരായ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്ന ജോലി, പിശാച് ചെയ്യുന്ന ജോലി. അപ്പോൾ എരിവിനോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല പുളിയോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല ചൂടിനോട് താല്പര്യം തോന്നിപ്പിക്കുക, വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കുക. ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് ബിസ്മിയൊക്കെ ചൊല്ലി ഭക്ഷണം കഴിക്കണം എന്ന് പറയണത്. അവിടെ മഹാന്മാർ പറഞ്ഞത് ബിസ്മി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെല്ലുന്ന ഏർപ്പാടല്ല, ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ നിൻ്റെ മനസ്സിൽ നിൽക്കേണ്ട ഒരു സുഖമുള്ള ഓർമ്മയാണ് ബിസ്മി. ഈ ഭക്ഷണത്തിൻ്റെ രുചി തരുന്നവൻ. പത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിച്ച് തീരുന്നതിനിടയിൽ ഒരു എത്ര അൽഹംദുലില്ലാ പറയാമെന്നറിയില്ല, ഒരുപാട് തവണ പറയും അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. നമ്മളത് പറയാറില്ലല്ലോ, നമ്മളത് പറയാറേ ഇല്ല. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി പരിചയപ്പെടുന്നതിനിടയിൽ ഈ ഒരു ഉദാഹരണത്തിലേക്ക് വന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രം, മറ്റൊന്ന് അതിൻ്റെ ആരോഗ്യശാസ്ത്രം. ഇനി മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ശൈലിയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് ചുമ്മാ കേൾക്കാന്നേ ഉള്ളൂ. അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇതിപ്പം പരലോകമൊന്നും അല്ല പറയണത്, കബറും അല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കേൾവിക്ക് ഒരു രസമുണ്ട്. ഇതിപ്പോൾ ദുനിയാവിലും ആരോഗ്യത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ പറയണത്. അതിന് രസമുണ്ട്. ഈ ഞാൻ പറഞ്ഞ വിഷമമില്ലല്ലോ. കാരണം ഈ കബറൊക്കെ കേൾക്കാനൊരു രസമാണ്. പിന്നെ വീട്ടിൽ പോയി TV കണ്ട അതങ്ങ് മറന്നോളും, മനസ്സിലായില്ലേ? അപ്പോൾ തീരും. ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ ഞാൻ പറയണത്. ഞാൻ പറയണത് ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം, പൈസ വല്ലാണ്ട് മരുന്നിന് ചിലവാക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്ത് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടാവും. കാരണം വേറൊരു വിഷയം എന്ന് പറയുന്നത്, നാട്ടിൻ്റെയൊക്കെ ഒരവസ്ഥ, 4 പേര് ഹോസ്പിറ്റലിൽ പോയാൽ ഒരാൾ കടക്കാരനാവുന്നു എന്നതാണ്. നമ്മളിപ്പോൾ മുമ്പിലിരിക്കുന്ന 4 പേര്, ആ 4 പേരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ചികിത്സൻ്റെ പേരിൽ കടക്കാരനാകും. അപ്പം 40 പേര് ചികിത്സിക്കുമ്പോഴേക്കും എത്ര ആൾ കടക്കാരനാകും? അപ്പം അത്രയും ആനുപാതികമായി കടം വരുന്നതാണ് ചികിത്സ. അപ്പം അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ശരീരത്തോടെ നമുക്ക് ജീവിക്കണം. അസ്സിഹത്തു നിഅമത്തും മിനൽ ജന്ന, ആരോഗ്യം എന്നത് സ്വർഗീയമായ അനുഗ്രഹമാണെന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. രോഗമില്ലാത്ത ശരീരം എന്നുള്ളത് സ്വർഗീയമായൊരു അനുഗ്രഹത്തെ ആസ്വദിക്കാൻ കഴിയലാണ്. അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം, രോഗമെന്നത് നരകീയമായൊരവസ്ഥയാണെന്ന് മുഹമ്മദ് റസൂൽ.
അൽ ഹുമ്മ എന്നതിന് സാധാരണ അർത്ഥം വെക്കാറുള്ളത് പനി എന്നാണ്. സാധാരണ രോഗം ഹുമ്മ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത്. അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂടാണ് രോഗം. അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കലാണ് രോഗം. തെർമൽ എനർജി അതായത് ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അതൊരു ചൂടായി പരിണമിക്കും. ആ ചൂടാണ് രോഗം. ആ ചൂടിനെയാണ് അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂട്. അതുണ്ടാക്കലാണ് ശൈത്താൻ്റെ രോഗം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നല്ല ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക. നിങ്ങൾക്കിവിടെ സാധിക്കും. ഗൾഫ് ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മിക്ക ആളുകൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നതാണ്, സ്വന്തം ഉണ്ടാക്കണമെന്ന്. ചില ആളുകൾക്ക് മെസ്സാണ്, അവിടെയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇലക്കറികൾ കൂടുതൽ കിട്ടുന്ന നാടാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മെനു കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. നല്ല ഇഷ്ടമുള്ള ആളാണ് ഇലക്കറികളോട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇലക്കറി ഇവിടെ കിട്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കക്കിരി വലിയ ഇഷ്ടമാണ്, അതിവിടെ ഇഷ്ടം പോലെ കിട്ടും. ഈത്തപ്പഴം ഇഷ്ടമാണ്, അതിവിടെ കിട്ടും. ഖലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഈത്തപ്പഴം, ഷുഗറിൻ്റെ ഔഷധമാണ്. അതിവിടെ മാർക്കറ്റ് കിട്ടുമോ എന്നറിയില്ല. ജിദ്ദയിൽ വലിയ ഈത്തപ്പഴത്തിൻ്റെ ഖലാസ് കിട്ടുന്നുണ്ടോ? അമൂല്യമായ ഔഷധമാണ്, അമൂല്യമായ. ഞാനത് അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ വരില്ല എന്നാണ് കേട്ടത്. വരുന്നുണ്ടല്ലേ? മാഷാ അല്ലാഹ്. മബ്റൂം ഉണ്ടല്ലോ അല്ലേ? മബ്റൂം രക്തവർദ്ധനവിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഈത്തപ്പഴമാണ്. രക്തവർദ്ധനവ്. അലി റളിയല്ലാഹു തആല അൻഹു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടും. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹൃദയത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഡെയിലി ഒരു അജുവയെങ്കിലും കഴിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ചെയ്യും. നാട്ടിലൊരു ശൈലിയുണ്ട്, ഗൾഫിൽ പോയി കുറേ കാലം നിന്ന് രോഗിയായിട്ടാണ് മൂപ്പർ തിരിച്ചു വരികയെന്ന്. അത് മാറ്റണം. നമ്മൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ്. ഏത് സാഹചര്യത്തിലും, ഏത് അറ്റ്മോസ്ഫിയറിലും, ഏത് ക്ലൈമറ്റിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സ്വർഗീയമായ നിഅമത്ത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്.